ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണുമായിട്ടൊരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ഫീലിങ്സ് എന്തൊക്കെയാണ്, അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ടൊരു പ്ലാൻ ഉണ്ടോ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി പോവുകയാണോ, അല്ലെങ്കിൽ നിങ്ങൾ വിട്ടിട്ട് പോവുകയാണോ, നിർത്തിപ്പോയതാണോ, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും ഈ ഒരു സമയത്ത് എല്ലാവർക്കും ഞാൻ ഒത്തിരി താങ്ക്സ് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം എല്ലാവരുടെയും ഒത്തിരി സപ്പോർട്ട് കൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ട്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് പേര് റീഡിങ് റെസിനേറ്റ് ആയി എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വഴി അറിയിക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് കാണാനായിട്ട് സാധിച്ചു. അതിലും വളരെ സന്തോഷമുണ്ട്. ഒത്തിരി താങ്ക്സ് ഉണ്ട്. വീണ്ടും നിങ്ങൾ ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനി പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ആ ഒരു സമയത്ത് മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതാണ്. പിന്നെ നമുക്കിവിടെ പറയാനായിട്ടുള്ളൊരു കാര്യം, ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല എങ്കിൽ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾ അതങ്ങ് ജസ്റ്റ് വിട്ടേക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ റീഡിങ് നടക്കുന്ന സമയത്ത് നല്ലൊരു സ്പ്രെഡ് കിട്ടാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഈ ഒരു കറണ്ട് സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ്, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ്, ഈ ഒരു റിലേഷൻഷിപ്പിൽ അവരെന്ത് തീരുമാനങ്ങളാണ് എടുത്തിട്ടുള്ളത്, ഈ ഒരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്, ഈ ഒരു സമയത്ത് അവരെന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ തുടരാനാണോ. ഓക്കെ, ഒരു കാർഡ് ചാടി വന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ, കറണ്ട് ഫീലിങ്സ്. ഓക്കെ, 2 കാർഡ് കിട്ടിയിട്ടുണ്ട്. കറണ്ട് ഫീലിങ്സ് ഓഫ് എ പേഴ്സൺ. ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ, നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ഓക്കെ, ടു മെനി കാർഡ്സ് വന്നതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഒന്നുകൂടി നമുക്ക് നോക്കാം. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, ഇത് ഫുൾ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 മോർ കാർഡ് കൊണ്ട് എടുക്കാം. ഒരു പേഴ്സൻ്റെ ഒരു കറണ്ട് ഫീലിങ്സ് എന്താണ്. ഓക്കെ, പെൻറ്റക്കിൾസ്, 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഇവിടെ ലാസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ കിങ് ഓഫ് വാൻഡ്സ് ആണ് നമുക്ക് ഒരു മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ പാസ്റ്റിൽ എങ്ങനെയുള്ള വ്യക്തി ആയിരുന്നാലും ഇപ്പോൾ അവർ ഒരുപാട് മാറിയിട്ടുണ്ട്. അയാളുടെ ഒരു ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള പവർ വളരെ കൂടിയിട്ടുണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നു. ചിലപ്പോൾ ചില ചെറിയ കാര്യങ്ങളിൽ പോലും ടെൻഷൻ അടിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നിരിക്കാം ഇവർ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇമോഷൻ പ്രകടിപ്പിക്കുന്ന ഒരാളായിരുന്നിരിക്കാം. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ നന്നായിട്ട് മാറിയിട്ടുണ്ട്, ഒരു മാറ്റം വന്നിരിക്കുന്നു. ആൾക്കൊരു ഇന്നർ പവർ വന്നിട്ടുള്ളതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഈ വ്യക്തി ഇപ്പോൾ എന്തിലോ ഒന്ന് ഫോക്കസ് ആയിരിക്കുകയാണ്. അവരെന്തോ ഒരു കാര്യത്തിൽ പ്രതീക്ഷയോടെ ഇരിക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തിലേക്ക് അവർ കൂടുതൽ ഫോക്കസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് എല്ലാറ്റിനും ഒരു അടുക്കും ചിട്ടയും ലൈഫിൽ ഉണ്ടായി. ഇവരുടെ ലൈഫിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായി. ഓരോന്നായിട്ട് എല്ലാം അവർക്ക് വീണ്ടെടുക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവരൊന്ന് മെൻ്റലി ബാലൻസ് ആയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അവർക്കൊരു ഹീലിംഗ് പവറൊക്കെ വരുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരു കാര്യം കേൾക്കുമ്പോൾ അത് അംഗീകരിച്ച് തരാതെ അതിനു വേണ്ടി തർക്കിക്കുകയും അവർ പറയുന്നത് ശരിയാണെന്ന് വേണ്ടി തർക്കിച്ചുകൊണ്ടിരിക്കുകയും എതിർക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി ആയിരുന്നുവെങ്കിൽ ആളിപ്പോൾ നല്ല ക്ഷമയുള്ള ഒരു വ്യക്തിയായി മാറിയിട്ടുണ്ട്. കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കുന്ന വ്യക്തിയായി മാറി. ജീവിത സാഹചര്യങ്ങളാണല്ലോ മനുഷ്യനെ മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാനും എല്ലാം ആൾക്ക് പറ്റുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് കുറച്ചൊരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു കരിയർ വേസ്റ്റ് ഒക്കെ ആയിട്ട് ഇച്ചിരി നന്നായിട്ട് ഉയർന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ. അവർക്കൊരു ഉയർച്ച വന്നിട്ടുണ്ട്. ഇതേ 2 കാര്യങ്ങളിൽ ഒന്നിൽ ഇവർക്കൊരു ഉയർച്ച വന്നിട്ടുള്ളതായിട്ട് കാണുന്നു. എന്തോ ഒരു
ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് ആ ലക്ഷ്യം മുന്നിൽ കണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഈ ഒരു സമയത്ത് അവർക്ക് വളരെ ഒരു നഷ്ടബോധം തോന്നുന്നുണ്ട്. അത് നിങ്ങളെ നഷ്ടപ്പെട്ടതിലുള്ള ഒരു നഷ്ടബോധമാണ്. മേ ബി നിങ്ങളുടേത് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതായത് ലോങ് ഡിസ്റ്റൻസ് ആകാനാണ് കൂടുതൽ സാധ്യത. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പഴയതുപോലെ നടക്കാത്തത് കൊണ്ട് ആൾക്ക് നല്ലൊരു സങ്കടമുണ്ട്, നല്ല വിഷമമുണ്ട്. പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആളിപ്പോൾ ഒരു ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇതിന് പുറമേ നിന്ന് കാണുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല, കാരണം അവരത് പുറത്ത് കാട്ടില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അവർക്കുള്ളത്. ഉള്ളിൽ നല്ല സങ്കടമുണ്ടെങ്കിലും പുറമേ ധൈര്യമായിട്ട് അവർ ഹാപ്പിയാണെന്ന് കാണിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് അവർ നടക്കുന്നത്. അതിനുള്ളൊരു കേപ്പബിലിറ്റി ഒക്കെ അവർക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഭയങ്കരമായിട്ടുള്ളൊരു നഷ്ടബോധമുണ്ട്. അതായത് മെയിനായിട്ടുള്ള ഒരു കാര്യം, ആ ഒരു വിഷമം അടക്കി പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും ചിന്തകളുമാണ് അവർ ഈ അടക്കി പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ വ്യക്തി വിചാരിക്കുന്നുണ്ടാവും, മറ്റൊരു റിലേഷൻഷിപ്പിലും എനിക്ക് ഇത്രയധികം ഒരു ബോണ്ട് വന്നിട്ടില്ല. കാരണം ഫസ്റ്റ് ടൈം ആയിരിക്കില്ല അവർ റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ളത്. ഇതിനു മുന്നേ അവർക്ക് പല റിലേഷൻഷിപ്പുകളും ഒക്കെ വന്നിട്ടുണ്ടാകാം. അതിനുള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ ഒരു ലവ് റിലേഷൻ ആയിരിക്കണമെന്നില്ല. ഏത് ഒരു അറ്റാച്ച്മെൻറ്റ് റിലേഷൻ വന്നാൽ കൂടിയും അവർക്ക് ഇത്തരം ഒരു ബോണ്ടിങ് വന്നിട്ടില്ല. ചിലപ്പോൾ ചില റിലേഷൻഷൊക്കെ പിന്നീട് പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ, അതായത് ബ്രേക്കപ്പിലേക്ക് പോയി, ആദ്യമേയുള്ള റിലേഷൻഷിപ്പൊക്കെ ബ്രേക്കപ്പിലേക്ക് പോയപ്പോൾ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ആ വ്യക്തി മറന്നുപോയി. അപ്പോൾ അത് അതിൻ്റെ വഴിക്ക് പോയി, അത് വലിയ കാര്യമാക്കിയൊന്നും എടുത്തില്ല, വലിയൊരു ഹാർഡ് ഫീലിങ്സ് ഒന്നുമില്ല. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് മറക്കാൻ അവർ മനഃപൂർവ്വം ശ്രമിച്ചിട്ടും എന്തുകൊണ്ടോ അവർക്കതിന് പറ്റുന്നില്ല. എന്താണ് അതിന് കാരണം എന്നാണ് അവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഇവരുമായിട്ട് എന്താണ്, എനിക്ക് വല്ല സോൾമേറ്റോ അങ്ങനെ എന്താണ് പ്രശ്നം? ഇപ്പോൾ ചിലപ്പോൾ ടാരോട്സിനെ കുറിച്ചോ സോൾമേറ്റിനെ കുറിച്ചോ ഒന്നും അറിയുന്ന ആളായിരിക്കില്ല. എന്നാലും അവരിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്താണ് ഇതിങ്ങനെ മറക്കാൻ പറ്റാതെ എന്നെ ഇങ്ങനെ കടിച്ചു തൂക്കി പിടിച്ചുകൊണ്ട് പോകുന്നത് എന്ന് അവർ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ നിങ്ങളോടുള്ള സ്നേഹം അവർക്ക് മനസ്സ് നിറയെ ഉണ്ട്. അവർ അത്രയധികം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പക്ഷേ നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നും അവർക്ക് സാധ്യമാകുന്നില്ല. കാരണം അവർ ആരെയൊക്കെയോ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളിലേക്ക് വരാൻ പറ്റാത്തത്. ചിലപ്പോൾ അത് ചില സിറ്റുവേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചില വ്യക്തികളായിരിക്കാം. അവർ നന്നായിട്ട് അവരെ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് പറ്റാത്തത്. അതായത് എല്ലാം അവരുടെ കയ്യിലുണ്ട്, പക്ഷേ അവർക്ക് ആവശ്യമുള്ള, അതായത് നിങ്ങളെ അവരുടെ കയ്യിലില്ല. ഇതാണ് ഇപ്പോൾ അവരുടെ ഒരു അവസ്ഥ. നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ്. അവർ നിങ്ങളെ കാണുന്നുണ്ട്, വളരെ ഒരു പ്രീഷ്യസ് ആയിട്ട് തന്നെയാണ് അവർ ലൈഫിൽ നിങ്ങളെ കാണുന്നത്. അവർക്കൊരു വീഴ്ച വന്നാലും നിങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും, അതുപോലെ മറ്റാരും നിങ്ങൾക്ക് പകരമാകില്ല എന്നും ഒക്കെ അവർക്കറിയാം. പക്ഷേ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലമാണ് മെയിനായിട്ട് നിൽക്കുന്നത്. ഈ വ്യക്തിയുടെ ഒരു എനർജി നോക്കുമ്പോൾ ഹൈ എനർജിയാണ് തന്നെ, എനർജറ്റിക് ആയിട്ടാണ് കാണുന്നത് തന്നെ. അപ്പോൾ അവരെവിടെ പോയി നിന്നാലും അവരായിരിക്കും അവിടെ ഒരു ഏറ്റവും കൂടുതൽ ഒരു ശ്രദ്ധിക്കപ്പെടുന്നത്. അതായത് ഒരു 10 പേരിൽ ഒരു കൂട്ടത്തിൽ പോയി കഴിഞ്ഞാൽ അവരെല്ലാവരും ഒന്ന് നോട്ടീസ് ചെയ്യും. അങ്ങനെയുള്ളൊരു ക്യാരക്ടറായിരിക്കും. കുറച്ചൊരു ഹ്യൂമർ സെൻസ് ഒക്കെ ഉള്ള ആളായിരിക്കും. ഇതിൽ കുറച്ച് ഈഗോ കൂടി കൂടുതലുള്ള ആളുകളെയും നമുക്ക് കാണാനായിട്ട് കിട്ടുന്നുണ്ട്. എങ്കിലും അവരുടെ ഒരു വേൾഡ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങളാണ്. എപ്പോഴും ഇവിടെ അവർക്ക് നല്ലൊരു മാറ്റം വന്നതായിട്ട് കാണുന്നുണ്ട്. അത് അവരുടെ അനുഭവങ്ങൾ അവരെ പഠിപ്പിച്ചതായിരിക്കാം. അങ്ങനെ ഒരു പാഠമൊക്കെ പഠിച്ചു വന്നതുകൊണ്ടായിരിക്കാം. അവരൊരുപാട് ഒക്കെ നിങ്ങളെപ്പോലെ തന്നെ അവരും സ്ട്രഗിൾ ചെയ്തിട്ടുള്ളതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആ ഒരു അനുഭവങ്ങൾ അവരെ മാറ്റിമറിച്ചിട്ടുണ്ട്. ഈ ഒരു മാറ്റം വന്നപ്പോൾ ഇങ്ങനെ അടിച്ചു പൊളിച്ചൊക്കെ പോരുന്ന അവർക്ക് വളരെ ശാന്തത വന്നു, പക്വത വന്നു. എല്ലാ കാര്യങ്ങളും വളരെ ക്ഷമയോടെ നേരിടാനായിട്ട് അവർ പഠിച്ചു. പണ്ട് നിങ്ങളോട് പെട്ടെന്ന് ദേഷ്യപ്പെട്ടുകൊണ്ടൊക്കെ ഇരുന്ന ആളാണെങ്കിൽ ഇപ്പോൾ അങ്ങനെയൊന്നും ആയിരിക്കില്ല ആൾ. ഇനി നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാലും വളരെ ശാന്തതയോടെ ആയിരിക്കും ഈ വ്യക്തി. കാരണം അത്രയും അനുഭവങ്ങൾ ആൾക്ക് ഉണ്ടായിട്ടുണ്ട്. അവർക്ക് ഇമോഷണലി വളരെ സ്റ്റേബിൾ ആയി മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം. ഇവരുടെ ക്യാരക്ടർ ചേഞ്ച് വന്നപ്പോൾ തന്നെ സമൂഹത്തിലും വീട്ടിലും ഒക്കെ അവർക്ക് കുറിച്ചൊരു വിലയും നിലയും ഒക്കെ ഉണ്ടാകുക എന്ന് പറയുന്ന പോലെ ഒരു സംഭവം കൂടി വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവരുടെ കൂടെ ഇപ്പോൾ ഉള്ള ആളുകൾ, അതായത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവർ ഭയപ്പെടുന്ന ആ വ്യക്തികൾ ഇപ്പോൾ അവർക്ക് കുറച്ചൊരു ഇമ്പോർട്ടൻസ് ഒക്കെ, അവർക്കൊരു സന്തോഷം കിട്ടിക്കോട്ടെ എന്ന രീതിയിൽ കുറച്ച് ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്ത് അവരുടെ കൂടെ നിങ്ങളുടെ വ്യക്തിയെ നിർത്തിയിരിക്കുകയാണ്. അല്ലെങ്കിൽ മേ ബി ഇപ്പോൾ
ഞങ്ങൾ പറഞ്ഞത് ഇവൾക്ക് മനസ്സിലായി, അതെ അത് തന്നെയാണ് ശരി, അല്ലെങ്കിൽ ഇവന് മനസ്സിലായി, ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവർക്ക് മനസ്സിലായി, അതെ ഇത് തന്നെയാണ് ചെയ്യേണ്ടത്, ഇത് തന്നെയാണ് ശരി എന്നൊക്കെ പറഞ്ഞ് കൂടെ നിർത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് അവർ പോയിട്ടുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളിലേക്ക് വന്നാൽ, ഇപ്പോൾ ഇവർ നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഒരു പ്രതിസന്ധിയിലാകുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ അവർക്കറിയാം ഈ വ്യക്തികൾ ഇവരെ ആക്രമിക്കും, അല്ലെങ്കിൽ ഇവരെ അനുഭവിപ്പിക്കും എന്നൊക്കെ അവർക്കറിയാം. അതായത് അനങ്ങാൻ പറ്റാതെ സ്റ്റക്കായ അവസ്ഥയിലേക്ക് പോകേണ്ടി വരുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഞാൻ എടുത്തിയാടി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അവരുടെ കൂടെയുള്ള വ്യക്തികൾ അവർക്കിട്ട് നല്ല പണി കൊടുക്കുമെന്ന് ഈ വ്യക്തിക്ക് അറിയാം. അതുകൊണ്ട് അവർ കുറച്ചൊരു ഹൃദയം കല്ലാക്കിയിരിക്കുകയാണ് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തൊക്കെ വികാരങ്ങളൊക്കെ അവർക്കുണ്ടെങ്കിലും അവരത് ഒക്കെ ഒന്ന് അടക്കി പിടിച്ച്, അതായത് അവരുടെ ഇഷ്ടങ്ങളും എല്ലാം ഒക്കെ ഒന്ന് അടക്കി പിടിച്ചിട്ട് സ്നേഹമൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇരിക്കട്ടെ എന്ന ഈ ഒരു എനർജിയിലാണ് അവരിപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർ ഈ ഒരു സെയിം ടൈമിൽ തന്നെ ആരെയൊക്കെയോ അവരിങ്ങനെ ഭയപ്പെടുകയാണ്. നിങ്ങളിലേക്ക് അവർ വന്നു കഴിഞ്ഞാൽ അവരിൽ നിന്നൊക്കെ ഒരു ഉപദ്രവം ഉണ്ടായാലോ, ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുത്ത കുറിച്ചൊരു സൽപ്പേര് ഇമേജൊക്കെ പോയാലോ, അല്ലെങ്കിൽ അവരെവിടെയാണോ ഇപ്പോൾ ഉള്ളത് അവിടെ അവർ ഉണ്ടാക്കിയെടുത്ത ഒരു സൽപ്പേര് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അവർക്ക് നഷ്ടപ്പെടും എന്നൊക്കെ അവർ ഭയപ്പെടുകയാണ്. അതായത് അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ആ ഒരു രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷെ നിങ്ങളിലേക്ക് വരാൻ മനസ്സുകൊണ്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇമോഷണലി അവരിപ്പോൾ സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ വളരെ ചിന്തിച്ചിട്ടാണ് അവരൊരു തീരുമാനം എടുക്കുന്നതും. നേരത്തെയൊക്കെ ആണെങ്കിൽ പൊട്ടത്തരത്തിൽ പെട്ടെന്ന് ചാടി പിടിച്ചൊരു തീരുമാനം എടുത്ത് അത് പ്രശ്നത്തിലേക്ക് പോകും, അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ ഇമോഷണലി ഒത്തിരി സ്റ്റേബിളുമാണ്. അതുപോലെ തന്നെ വളരെ പക്വതയും മാച്യൂരിറ്റിയൊക്കെ വന്നതുകൊണ്ട് തന്നെ അവർ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. കുറച്ച് സമയമെടുത്ത് എല്ലാം ഒന്ന് ഓക്കെ ആയിട്ട് നിങ്ങളിലേക്ക് വരാമെന്നാണ് അവരാഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളിലേക്ക് വരാൻ താല്പര്യമുണ്ട്. ആ വ്യക്തി വരികയും ചെയ്യും. പക്ഷേ അവരവിടെ പിടിച്ചു നിർത്തുന്നത് ഈ ഒരു ഭയമാണ്. ഇവിടെ ഒരു ആക്ഷൻ ഒന്നും തന്നെ നമുക്ക് കാണുന്നില്ല. പക്ഷെ ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ ഒരു സ്നേഹം അല്ലെങ്കിൽ പ്രണയം അത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ സത്യസന്ധമായിട്ടുള്ള ഒന്നാണെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ കിട്ടും. ആ ഒരു സ്നേഹം നിങ്ങൾക്ക് തന്നെ കിട്ടും. ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് തന്നെ കിട്ടും എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടെ എൻ്റെ ഒരു പേഴ്സണലി ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരെ കാത്തിരിക്കാം. കാരണം നിങ്ങളെ പ്രണയിക്കുന്ന വ്യക്തിയോടുള്ള ഫീലിങ്സ് അത് നിങ്ങൾക്ക് മാത്രമേ അറിയുകയുള്ളൂ. പുറമേ നിന്ന് നോക്കുന്ന ഒരാളോട് പറഞ്ഞാൽ അത് മനസ്സിലാകാനും പറ്റില്ല അവർക്ക്. അപ്പോൾ നിങ്ങൾക്ക് കാത്തിരിക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. പക്ഷേ ഒരിക്കലും നിങ്ങളുടെ ഒരു കരിയറോ അല്ലെങ്കിൽ മറ്റൊന്നുമോ അവിടെ കോംപ്രമൈസ് ചെയ്തിട്ട് കാത്തിരിക്കരുത്. ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് വരാനുള്ളതാണെങ്കിൽ വരിക തന്നെ ചെയ്യും. അത് യൂണിവേഴ്സ് കൊണ്ടുവന്നിരിക്കും. അത് മാറി നിർത്തിക്കൊണ്ട് പോലും നിങ്ങളെയും അവരെയും പല കാര്യങ്ങളും പഠിപ്പിക്കാനാണ് ഇങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാറി നിന്ന് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളെ പല കാര്യങ്ങളും പഠിപ്പിക്കാനാണ് ആ യൂണിവേഴ്സ് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ ചിലപ്പോൾ എത്തിയിട്ടുണ്ടാകും. അതുകൊണ്ട് നമ്മളുടെ കാര്യങ്ങൾ ചെയ്തതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇതിനായിട്ട് കാത്തിരിക്കുക എന്നതാണ്. അപ്പോൾ ഒരു ഫുൾ ഫോക്കസ് ഈ ഒരു റിലേഷൻഷിപ്പിന് കൊടുത്തിട്ട് കാത്തിരിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ്. ഈ റീഡിങ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്ലൂ കിട്ടിയിരിക്കുന്നത് 1984 എന്ന് പറയുന്നൊരു വർഷമാണ് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത്. 639 എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രേസ് ഓൺ വെഹിക്കിൾസ്, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ വെഹിക്കിൾസിനോട് ഒത്തിരി ക്രേസ് ഉള്ള ആളുകളായിരിക്കാമെന്ന് വിചാരിക്കുന്നു. 2004 എന്ന് പറയുന്ന ഒരു വർഷം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. 1978 എന്ന വർഷം കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ടുഡേ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ പരിചയപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ആയിരിക്കും നിങ്ങളുടെ കോൺടാക്ട്സ് ഒക്കെ പോകുന്നത്. യു ക്യാൻ ട്രസ്റ്റ്, യെസ്, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ ട്രസ്റ്റ് ചെയ്യാമെന്നാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു ക്ലൂ. നമ്പർ 5 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമ്പർ 12 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലെറ്റർ G നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ലെറ്റർ Z കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുട്ബോൾ, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഫുട്ബോൾ കളി കാണുന്നതോ അല്ലെങ്കിൽ കളിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ ഫുട്ബോൾ കളിക്കുന്ന ആളുകളോ ഒക്കെ ആയിരിക്കാം. 1987 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. 1 വീക്സ് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 48 എന്ന് പറയുന്ന ഒരു നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എബ്രോഡ്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. ലെറ്റർ Y നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്പർ 3 നമുക്ക് കിട്ടിയിട്ടുണ്ട്.
നവംബർ മന്ത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ബേക്കർ, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ബേക്കിംഗ് പരമായ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് ജോലി ചെയ്യുന്നവരൊക്കെ ആയിരിക്കാം. 1988 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. ഓഗസ്റ്റ് മന്ത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. മ്യൂസിക്, നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനോ മ്യൂസിക്കുമായിട്ടൊക്കെ ഒത്തിരി ബന്ധമുള്ള ആളുകളായിരിക്കാം. നമ്പർ 9 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമ്പർ 6 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമ്പർ 8 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ 1996 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. നമ്പർ 2 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ലെറ്റർ കെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. വൈറ്റ് ബട്ടർഫ്ലൈസ് ഒക്കെ നിങ്ങൾ എപ്പോഴും കാണുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കാണുന്നുണ്ടായിരിക്കാം. 1975 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. നമ്പർ 23 കിട്ടിയിട്ടുണ്ട്. ലോങ് നെയിൽ, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ലോങ് നെയിൽ ഇഷ്ടമുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ലോങ് നെയിൽ ഉള്ളവരായിരിക്കാം. ലെറ്റർ എക്സ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 47 എന്ന് പറയുന്നൊരു നമ്പർ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 1987 വീണ്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1987 2 വീക്സ് വീണ്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു പോസിബിലിറ്റി. അതുപോലെ 11 എന്ന് പറയുന്ന റേഞ്ചിൽ നമ്പർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 23 കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ ഈസ് ലെറ്റർ എം ആണ്. അപ്പോൾ ഇത്ര ക്ലൂസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഓരോ വർഷങ്ങളുമൊക്കെ നമുക്ക് വീണ്ടും ക്ലൂസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലൂസൊക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ റീഡിങ്ങും റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.